ഭൂമിക്ക് കനത്ത തിരിച്ചടിയായി ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ അതിശക്തമായ സൂപ്പർ എൽനിനോ എന്ന പ്രതിഭാസം വരുമെന്ന് മുന്നറിയിപ്പ്. ലോക കാലാവസ്ഥാ സംഘടനയും നാസയുമാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. പസഫിക് സമുദ്രത്തിൽ നൂറുകണക്കിന് മൈലുകൾ വീതിയിൽ ചൂടുപിടിച്ച ജലപ്രവാഹം പ്രത്യക്ഷപ്പെട്ടതായി നാസയുടെ ഉപഗ്രഹ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദക്ഷിണ അമേരിക്കൻ തീരങ്ങളോട് ചേർന്നാണ് ഈ അസാധാരണ പ്രതിഭാസം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ആഗോളതലത്തിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്കും കടുത്ത വരൾച്ചയ്ക്കും ചൂടിനും ഇത് കാരണമായേക്കാവുന്ന സൂപ്പർ എൽനിനോ രൂപപ്പെടാനുള്ള അപായ സൂചനയാണെന്നുള്ള മുന്നറിയിപ്പാണ് ശാസ്ത്രലോകം നൽകുന്നത്. ശാന്ത സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ഉയരുന്നതിനെയാണ് സൂപ്പർ എൽനിനോ എന്ന് വിളിക്കുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥയെ താറുമാറാക്കുന്ന ഈ പ്രതിഭാസം കടുത്ത വരൾച്ചയ്ക്കും ഉയർന്ന താപനിലയ്ക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമായി മാറും. 2026 ശേഷിക്കുന്ന മാസങ്ങളിൽ എൽനിനോ ശക്തിപ്പെടുമെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നുമാണ് WMO വ്യക്തമാക്കുന്നത്. വിവിധ ദേശീയ കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനങ്ങൾ അനുസരിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എൽനിനോ പ്രതിഭാസമായി ഇത് മാറുമെന്നാണ് നിലവിൽ വിലയിരുത്തൽ. എന്തുകൊണ്ട് എൽനിനോയെ ഭയക്കണം, അതും സൂപ്പർ എൽനിനോയെ ഭയക്കണമെന്ന് ചോദിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇതിനകം തന്നെ ഭൂമി കനത്ത ചൂടിലാണ്. ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സൂപ്പർ എൽനിനോ സാധാരണ എൽനിനോയേക്കാൾ വളരെ ശക്തവും വിനാശകാരിയുമായിരിക്കും. റെക്കോർഡ് താപനിലയായിരിക്കണം ഇനി പ്രതീക്ഷിക്കേണ്ടത്. ആഗോള താപനില സർവകാല റെക്കോർഡുകൾ മറികടക്കാൻ ഇത് കാരണമായി മാറും. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാലവർഷം ദുർബലമാകാനും ചില മേഖലകളിൽ കടുത്ത വരൾച്ചയ്ക്കും മറ്റും ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമാകും. അതുകൂടാതെ കനത്ത സാമ്പത്തിക ആഘാതവും ഇത് സൃഷ്ടിക്കുന്നുണ്ട്. കൃഷിയെയും കാർഷിക ഉൽപ്പന്നത്തെയും സാരമായി ബാധിക്കുന്നതുകൊണ്ട് ഭക്ഷ്യവിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും ഇത് വഴിയൊരുക്കും. ഒരു എൽനിനോ പ്രതിഭാസം പൂർണ്ണമായി രൂപപ്പെടാൻ ഏതാനും മാസങ്ങൾക്ക് മുന്നേ സമുദ്രത്തിന് മുകളിലൂടെ കിഴക്കോട്ട് ഉയർന്ന താപനിലയിലുള്ള ശക്തമായ ജലതരംഗങ്ങൾ ചലിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒന്നിലധികം ശക്തമായ തരംഗങ്ങളാണ് 2026 നാസയുടെ ഉപഗ്രഹ വിവരങ്ങളിൽ നിന്നും ദൃശ്യമായിരിക്കുന്നത്. ഉഷ്ണമേഖലാ പസഫിക് സമുദ്രത്തിലെ കാറ്റിന്റെ ഗതിയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ചൂടുള്ള ജലപാളികൾ വിന്യസിക്കുന്നതാണ് എൽനിനോയ്ക്ക് കാരണമാകുന്നത്. ഈ തവണ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അസാധാരണമായ ചൂട് കണ്ടെത്തിയതാണ് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നത്. സാധാരണ ലഭിക്കേണ്ട ദീർഘകാല ശരാശരി മഴയുടെ 86 മുതൽ 94% വരെ മാത്രമേ ഇത്തവണ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ജൂൺ പകുതി വരെ സാധാരണ രീതിയിൽ മഴ ലഭിക്കുമെങ്കിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എൽനിനോ തീവ്രമാകും. മഴയില്ലാത്ത ദിവസങ്ങളുടെ എണ്ണം അങ്ങനെ വർദ്ധിക്കും. ഈ പ്രതിഭാസം അടുത്ത വർഷം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി വരെ നിലനിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കടുത്ത ജലക്ഷാമത്തിലേക്കും വരൾച്ചയിലേക്കും രാജ്യത്തെ തള്ളിവിടുമെന്ന ഭയമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.